ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ മാർക്സ് കാർഡ് മേടിക്കാൻ വേണ്ടിയിട്ട് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോണ വഴിയാണ്. അപ്പോൾ എനിക്ക് മെട്രോ കയറിയിട്ട് വേണം, മെട്രോ കയറി ക്യാബിന് പോയിട്ട് വേണം അവിടെ എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ജ്ഞാനഭാരതി എത്തി കഴിഞ്ഞാൽ തന്നെ നമുക്ക് അവിടെ നിന്ന് ഓട്ടോന് വേണം പോകാൻ. അങ്ങനെ നേരെ ഡിപ്പാർട്ട്മെൻറ്റിലെത്തി മാർക്സ് കാർഡൊക്കെ മേടിച്ചു. തിരിച്ച് പണ്ട് നടന്നിരുന്ന ഞങ്ങൾക്ക് നടക്കാൻ കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ആ വഴിയിലൂടെയൊക്കെ വന്ന് തിരിച്ച് വന്ന് ഒരു ജ്യൂസൊക്കെ കുടിച്ച് നമ്മൾ റിട്ടേൺ വന്നു ഗൈസ്. അപ്പോൾ അതിനിടയ്ക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, അതൊക്കെ എല്ലാവരും കേട്ട്. ഇനി ജിയോളജി എടുക്കാൻ പോകുന്നവർ ഇതൊക്കെ ശ്രദ്ധിച്ചെടുത്താൽ മതി. എടുക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ വേറെ ഒരുപാട് കോഴ്സിന് നല്ല സ്കോപ്പൊക്കെ ഉള്ള കോഴ്സസ് ഉണ്ട്. ഇതിനകത്ത് നമുക്ക് അത്ര വലിയ സ്കോപ്പൊന്നും നമുക്ക് ഉണ്ടാവാം, പക്ഷേ നമ്മൾ ഇന്ത്യയിൽ കുറവാണ്. ഒരു കാര്യം കൂടി പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഔട്ട് ഓഫ് കൺട്രി നോക്കുന്നവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ജിയോളജി ഒരു ബെറ്റർ കോഴ്സും ആയിരിക്കും. ഈ സംഭവം പോയതറിഞ്ഞില്ല കേട്ടോ. ശരി, നിങ്ങൾക്ക് കുറച്ച് ഫാസ്റ്റായിട്ട് പോകും. ഇവിടെ എന്തൊക്കെയോ സൊറ പറഞ്ഞ് നടക്കുകയുണ്ട് കേസ്. അവന് പനിയാണെന്നോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് നടക്കുകയാണ്. പിന്നെ അവനെൻ്റെ ജൂനിയറാണ് ആക്ച്വലി. അപ്പോൾ അവരുടെ മന്ത് ഡ്യൂറേഷൻ പെട്ടെന്ന് പോയി എന്ന് പറയായിരുന്നു. ഞങ്ങൾക്കാണെങ്കിൽ ഒരുപാട് ടൈം എടുത്ത പോലെ തോന്നി, പക്ഷെ അവർക്ക് പെട്ടെന്ന് കഴിഞ്ഞ പോലെ തോന്നി. ഞങ്ങൾ ജിയോളജി എന്താണെന്ന് അറിയാത്ത ഗൈസ് എല്ലാവർക്കും വേണ്ടി ഞാൻ ഇത് സമർപ്പിക്കുന്നത്. കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവില്ലേ. ഇത് നമ്മള് ജിയോളജി ഫീൽഡിന് പോയിട്ട്, ബാക്കി നീ പറഞ്ഞ ഫീൽഡിന് പോയിട്ട് ആയതാണ്. ടാൻ അടിച്ചാണ് ഗൈസ് അത്. അപ്പോൾ ജിയോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലവർക്കും പുച്ഛാണ് ഇപ്പോഴും. അപ്പോൾ പുച്ഛിക്കേണ്ട ഒരു വിഷയമല്ല ജിയോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കാരണം അത് നമ്മൾ കുറേ ഫീൽഡൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ സണ്ണിൻ്റെ ടാനൊക്കെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൈ എഴുതാൻ ഡബിൾ കളറാകും. പിന്നെ അത് മാറി വരണം എന്ന് വെച്ചാൽ കുറേ സമയം എടുക്കും ഗൈസ്. പിന്നെ അതുപോലെ നമ്മൾ അത്രയും കെയർ കൊടുക്കണം അല്ലേ. പിന്നെ മാറണമെങ്കിൽ കണ്ട മരുന്നും ക്രീമൊക്കെ വരുത്തേക്കേണ്ടി വരും. അപ്പോൾ മുഖത്തൊക്കെ ടാൻ അടിച്ചോളുണ്ട്. അപ്പോൾ നമ്മൾ ജിയോളജി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ഒരിക്കലും നമുക്ക് വെറുതെ കിട്ടുന്നൊരു ഡിഗ്രി അല്ല, അല്ലല്ലോ. വളരെ സീരിയസ് ആയിട്ട് നമ്മൾക്ക് പഠിച്ചെടുക്കണ ഒരു ഡിഗ്രിയാണ് ജിയോളജി. ഇത് എന്നിട്ട് പഠിച്ചിട്ട് ഞങ്ങൾക്ക് ജോലി ഇല്ല എന്നുള്ളതാണ്. ഞാൻ ഇപ്പോൾ ഇന്ന് സർട്ടിഫിക്കറ്റ് മേടിക്കാൻ വേണ്ടി വന്നതാണ്. ഇപ്പോൾ ഏകദേശം ഒരു കൊല്ലമായി ഡിസംബറിലേക്ക്. എനിക്ക് ഇന്ന് വരും ജിയോളജിയിൽ ഒരു പണിയും കിട്ടി. ജിസ് കിട്ടിയല്ല അപ്പോൾ ജിസ് കിട്ടും, അല്ലാതെ വേറെ ഓഫീസ് സംബന്ധമായ ജോലികളൊക്കെ കിട്ടാൻ നല്ല പാടാണ്. ഗവൺമെൻറ് സെക്ടറിൽ തന്നെ നോക്കണം. കമ്പയറിങ് ടു അതർ കോഴ്സസ് ജിയോളജിയിൽ നിന്ന് നമുക്ക് ജോബ് കിട്ടാൻ നല്ല പാടാണെന്ന് തന്നെ ഞാൻ പറയും. അപ്പോൾ ടാറ്റ ബൈ ബൈ.